ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോക്ക് ദ റെസിപ്പീസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പച്ചടി റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിലും രുചിയിലും തയ്യാറാക്കാവുന്ന വെള്ളരിക്ക പച്ചടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. വെള്ളരിക്ക 500 ഗ്രാമാണ് ഞാൻ വാങ്ങിയത്. ഇത് തൊലിയും ഉള്ളിലെ കുരുവും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പലർക്കും അറിയാമായിരിക്കും, ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളരിക്കയ്ക്ക് കയ്പ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കയ്പ് രസം വേവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകില്ല. എനിക്ക് കിട്ടിയ വെള്ളരിക്കയും കയ്പരസം ഉണ്ടായിരുന്നു. പക്ഷെ വേവിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളരിക്കയുടെ കയ്പരസം മൊത്തം മാറി കിട്ടിയിരുന്നു. പിന്നെ അടുത്തതായി 3 പച്ചമുളക്. എൻ്റെ കയ്യിലെ പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. നിങ്ങളുടെ കയ്യിലെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് എടുക്കുന്ന എണ്ണവും മാറ്റം വരുത്തണം കേട്ടോ. പിന്നെ ഒരു തണ്ട് വേപ്പില, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 കപ്പ് തൈര്, 1 കപ്പ് നാളികേരം, അവസാനം താളിച്ച് ചേർക്കാനായി 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവയാണ് ഇൻഗ്രീഡിയൻസ് ആയി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ആദ്യം മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂണും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിച്ചു തരുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള നോർമൽ ഗ്ലാസ്സുകളൊക്കെ 250 ml അളവാണ്. അതുപോലെ തന്നെ ഇതാണ് ടീസ്പൂണും ടേബിൾ സ്പൂണും. 3 ടീസ്പൂൺ അളവ് ചേർന്നതാണ് 1 ടേബിൾ സ്പൂൺ. എല്ലാവരുടെയും കയ്യിൽ മെഷറിംഗ് കപ്സും മെഷറിംഗ് സ്പൂൺസും ഉണ്ടാകണമെന്നില്ല. പിന്നെ ടീസ്പൂണും ടേബിൾ സ്പൂണും അളവ് തെറ്റിപ്പോയാൽ നമ്മുടെ കറികളുടെയൊക്കെ മൊത്തം ടേസ്റ്റ് തന്നെ പോയി കിട്ടും. അതുകൊണ്ട് കാണിച്ചു തന്നെന്ന് മാത്രം. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും 1 ടീസ്പൂൺ ഉപ്പും വേപ്പിലയും ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം. എനിക്ക് വെള്ളരിക്ക വല്ലാതെ ഉടഞ്ഞു പോകുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 1 വിസിൽ മാത്രമേ വരുത്താറുള്ളൂ. 2 വിസിൽ വരെ ആയാലും കുഴപ്പമില്ല. 2 വിസിലിൽ കൂടുതലായാൽ വെള്ളരിക്ക കൂടുതൽ വെന്തു പോകും. ഇനി വെള്ളരിക്ക വെന്തു വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള നാളികേര അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നാളികേരം ചേർത്ത് കൊടുക്കാം. അടുത്തത് തൈരും കടുകും പച്ചമുളകും ജീരകവും ചേർത്ത് നല്ല ഫൈനായി തന്നെ അരച്ചെടുക്കാം. തീരെ വെള്ളം ചേർക്കാതെ തൈര് മാത്രമേ ഞാൻ അരയ്ക്കാനായി ചേർക്കുന്നുള്ളൂ. ഇതാ നമ്മുടെ കുക്കർ 1 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി തുറന്നു നോക്കിയപ്പോൾ വെള്ളരിക്ക പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് വെള്ളം കൂടി വറ്റിച്ച് കളയാനുള്ളത് കൊണ്ട് ഒരു 2 മിനിറ്റ് കൂടി ഞാൻ വെള്ളരിക്ക കുക്കറിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ കുക്കറിലെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേര അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നാളികേരം അരച്ചത് ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ 1-2 തിള വന്ന ശേഷം മാത്രമേ സ്റ്റവ് ഓഫ് ചെയ്യാറുള്ളൂ. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് പച്ചടി താളിച്ചു കൊടുക്കാം. അതിനായി ഒരു തട്ക പാനിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇതുപോലെ പൊട്ടി തുടങ്ങിയാൽ വറ്റൽമുളക് കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി മുളകും കൂടി മൂത്ത് കിട്ടിയാൽ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സദ്യ സൈഡ് ഡിഷായ വെള്ളരിക്ക പച്ചടി റെഡിയായി. എല്ലാ പച്ചടിക്കും ഒരേ കൂട്ട് തന്നെയാണ്. അതുകൊണ്ട് സദ്യക്കൊക്കെ ഒരുമിച്ച് നാളികേര അരപ്പ് തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ പൈനാപ്പിൾ പച്ചടിക്കും ബീട്രൂട്ട് പച്ചടിക്കും വെള്ളരിക്ക പച്ചടി ഉണ്ടെങ്കിൽ അതിനുമൊക്കെ പച്ചക്കറികൾ വേറെ വേറെ വേവിച്ച് നാളികേര അരപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് വേഗം എല്ലാ പച്ചടികളും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പണി എളുപ്പമാണ്. അപ്പോൾ ഓണമൊക്കെ ഇങ്ങെത്തി. എല്ലാവരും സദ്യക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഈ പച്ചടി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ നമ്മുടെ ചാനലിൽ പൈനാപ്പിൾ പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും ഒക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. എന്നാൽ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.